അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ഓഫ് മുസ്ലിയാരുടെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം. പ്രത്യേകിച്ച് എ പി വിഭാഗത്തിലെ വട്ടൻ പൊട്ടൻ കാട്ടുമാക്കാൻ കോമരങ്ങൾക്ക് പ്രത്യേകമായ സ്വാഗതം. ഏതായാലും നൗഷാദ് ഹസനിയുടെ ജൈത്രയാത്ര അൽഹംദുലില്ലാഹ് ഫലം കണ്ടു തുടങ്ങി. ഇപ്പം ചിലർക്ക് ഒരാഗ്രഹം, നൗഷാദ് ഹസനി പറയുന്ന ഒന്ന് നിർത്തണം അത്ര, പറഞ്ഞത് തന്നെ വീണ്ടും എന്തിനാ പറയുന്നതെന്ന്. നൗഷാദ് ഹസനി ആദ്യമേ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് നിർത്തലില്ല. ഏത് 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 ഇബ്നു തൈമിയയെ വെള്ള പൂശിയ ആ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, മുസ്ലിം സുന്നി സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും തേച്ചാലും മായ്ച്ചാലും പോകാത്തൊരു സാധനം. അത് ഞങ്ങൾ നിർത്തണമില്ലേ? പോയി പള്ളിക്കുഴി പോയി പറഞ്ഞാൽ മതി. അത് നടക്കൂല. അത് എല്ലാ സ്റ്റേജിലും പറയും. അത് ഞങ്ങളോട്ട് നിർത്തണം. നല്ല പൂതിയാണ്. ഏതായാലും ഈ ഒളിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നൊരു ഹുൻസയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ അയാൾക്കെതിരെ നടത്തിയ ഒരു ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹുൻസ. ഇപ്പോൾ അയാൾ രംഗത്ത് വന്നപ്പോൾ അയാൾ ഹുൻസയുമാണ്, അതുപോലെ ഒരു കൊറ്റനാടിൻ്റെ ഒരു രൂപപ്രകൃതിയുമാണ് ആ ചങ്ങായി. അയാൾ മുഖം തരുന്നില്ല, എന്തൊക്കെയോ അടിച്ച് ഫിറ്റായിരിക്കുന്ന പോലാണ് സംഭവം. എന്തോ അടിച്ചിട്ടുണ്ട്. ഇവനൊന്നും പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ മുറുക്കി ശമ്പും വെച്ച് അതും വെച്ച് നടന്ന നാറികളാണ്. ഇവരൊക്കെയാണിപ്പോൾ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാനും അത് പറയുന്നവരെ എതിർക്കാനും നടക്കുന്നവൻ. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇവരൊക്കെ ഫാത്തിഹ ഓതാൻ അറിയാം. ഫാത്തിഹ ഓതാൻ ഇവർക്കൊക്കെ അറിയുമോ? എന്തൊരു ദുരവസ്ഥയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ ഈ വിഭാഗത്തിൽ നിന്നും. ഏതായാലും ആ ചങ്ങായി ഇപ്പോൾ അലമുറയിടുന്ന ഇപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ ഇത് തന്നെയാണല്ലോ, ഈ ഒരു മാറ്റർ തന്നെയാണല്ലോ. അത് മാറ്റി പിടിക്കണം അത്ര. പിടിക്കാം. ഏതായാലും ആൾ പറയുന്നത് നിങ്ങൾ കേട്ടു. ഇവരെയൊക്കെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് എവിടെ ചെന്നാലും ഒരേ മേറ്ററ പറയാറുള്ള ഒരു വെട്ടുവരികൾ. ഈ മൂന്നാല് സാധനങ്ങൾ, പമ്പേഴ്സ് ആണെങ്കിലും കുഞ്ഞമ്മതാണെങ്കിലും. ഏതായാലും നിങ്ങൾ കേട്ടല്ലോ. നമ്മൾ ഈ പരിപാടി അങ്ങ് നിർത്തണമേ. ഒരേ മാറ്റർ നിർത്തൂല. ഞങ്ങൾ ഒരേ മാറ്റർ ഏതാ പറയുന്നത്? ഇബ്നു തൈമിയെ നിങ്ങൾ വെള്ള പൂശി നിങ്ങൾ പോക്കറ്റിലാക്കിയിരിക്കുന്നത് ഞങ്ങളങ്ങ് നിർത്തണമില്ലേ? അത് നിർത്തൂല. ഞങ്ങൾ ഖിയാമത്ത് നാൾ 1 വരെ ഇൻഷാ അല്ലാ സുന്നി മക്കൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ആ പൂതി നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങൾ നിർത്തണമെന്ന പൂതിയെ. പിന്നെ അദ്ദേഹം പറയുന്നൊരു വിഷയം എന്താ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ ആരോ വന്ന് പറയുന്നെന്ന്, എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന്. ഇപ്പോൾ നടക്കുന്നത് അത് കേരള യാത്രയാണ്. സമസ്ത സമ്മേളനം എന്താണ്, വാർഷികം ആയിട്ടില്ല. അത് ഇനി ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ വലിയ ആൾക്കാരും. എടാ പൊട്ടാ, നീ ഇത്ര വർഷം പഠിച്ചിട്ട് നീ എന്താ മനസ്സിലാക്കിയത് ദീനെപ്പറ്റി? എന്താ അനക്കുള്ളത്? നിന്റെ ആൾ പെരുമയാണോ നീ വലുപ്പമായി കൊണ്ട് നടക്കുന്നത്? അതാണോ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മഅ്സൂറായ ഒരു ദുആ ഉണ്ട്. എന്താ ദുആ? അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ വലാ തജഅൽനി മിനൽ കസീർ. പടച്ചവനെ, സംഖ്യ കുറഞ്ഞവരിൽ റബ്ബേ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ. സംഖ്യ കൂടിയ ആൾ പെരുമമുള്ളതിൽ നീ എന്നെ പെടുത്തല്ലേ റഹ്മാനേ. ഒരു ദുആ. എന്താ അതിൻ്റെ സിയാഖ്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂഖിലുള്ള ഒരു മനുഷ്യൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ യദുഉ ബിഹി, ഈ പ്രാർത്ഥന അദ്ദേഹം നടത്തുന്നു. ഫസഅലഹു അൻഹു, ആ മനുഷ്യനോട് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല യഖൂലു ഫീ കിതാബിഹിൽ അസീസ് വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. അല്ലാഹുവിൻ്റെ നന്ദിയുള്ള അടിമകൾ വളരെ കുറവായിരിക്കും. മനസ്സിലായോ? അതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? ഏതായാലും നിങ്ങൾ ആ പറയുന്നത് കേട്ടു നോക്കിയ വലിയ സംഭവം പോലെ ആൾക്കൂട്ടവേ. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പച്ച തോന്നിയത്തം പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്,
ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ കേരള യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. അതല്ലാതെ സമസ്തയുടെ 100-ാം വാർഷികമല്ല. അത് രണ്ടായി മനസ്സിലാക്കണം. നിങ്ങൾക്കിപ്പോൾ 100 കഴിഞ്ഞോ 200 കഴിഞ്ഞോ എന്ന് ചോദിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 100 കഴിഞ്ഞോ ഇല്ല എന്നുള്ള അപ്പം ആ വാർഷികം നടത്തുന്ന സമയത്ത് പറയും ഇപ്പം വരേണ്ടതൊക്കെ ആൾക്കൂട്ടം കാണുന്ന 4 ആളെ കാണുമ്പോഴത്തേന് ബേജാറായിട്ട് നിങ്ങൾക്ക് 100 കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കണ്ട. വെറുതെ കരയാൻ നിൽക്കണ്ട. ഇനി നമുക്ക് 100-ാം വാർഷികം വരുമ്പം കൂടി കരയാൻ വേണ്ടി കണ്ണീര് തീർക്കണ്ടെന്ന്. അത് വരുന്നുണ്ട്, അടുത്ത് വരും. കേട്ടല്ലോ വലിപ്പത്തരം. അപ്പോൾ ഇവരുടെ വലിയ കറാമത്തും ഇവരുടെ വലിയ സംഭവവും ഈ ആൾക്കാർ കൂടുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു തസ്കിയത്തുൽ ഖുലൂബ് ചെയ്യാൻ ഒരു നല്ലൊരു ഷെയ്ഖിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ AP-ക്കാരുടെ കൂടെ കൂടിയാൽ ഇതും ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും. വിവരമില്ലല്ലോ, ദുനിയാവിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതും ഇതിൻ്റെ അപ്പുറമൊക്കെ നിങ്ങൾ പറയും. മശായിഖന്മാരുമായി ബന്ധം സ്ഥാപിക്കാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണ്. ഏതായാലും അദ്ദേഹം കുറേ സത്യസന്ധമായ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് കേട്ടു. നിങ്ങൾ എല്ലാ തമ്മാടിത്തരങ്ങളും മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് നിങ്ങൾ ഒന്നിനും പറ്റാത്ത ജാതിയാണെന്നും നിങ്ങളോട് ഒരു വാദം പറയാൻ പറ്റൂല എന്നും, കാരണം ഇന്ന് പറഞ്ഞ നാളെ മാറ്റി പറയുമെന്നും, അപ്പോൾ ഞാൻ കണ്ടിട്ടേ ഇല്ല അമ്മാവെന്ന് പറയുന്ന ജാതിയാണ് നിങ്ങൾ എന്നുള്ളതും വ്യക്തമായി നിങ്ങൾ ആലിമ്യങ്ങളൊന്നും നിങ്ങളോട് നേർക്കുന്നേരൊന്നും പറയാത്തത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ആദർശമില്ല. നിങ്ങൾക്ക് പറഞ്ഞു ജയിക്കണം. അപ്പം കണ്ടവനെ അപ്പാന്ന് വിളിക്കണം. അത് മാത്രമാണ് നിങ്ങളുടെ സ്വഭാവം. അല്ലാതെ ആദർശപരമായി സംസാരിച്ചിട്ട് അത് സമർത്ഥിക്കാൻ മാത്രമൊന്നും നിങ്ങളായിട്ടില്ല. അല്ലേ? അതായത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഏതൊക്കെ രൂപത്തിലുള്ളവരാണ്, എന്തു പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കില്ല, വിശ്വസിക്കില്ല എന്നത് ഞങ്ങൾക്കൊക്കെ ബോധ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. കണ്ട, ശരിയാ, നോക്കിയങ്ങൾ നമ്മളെ നശിപ്പിക്കണമെന്നുള്ള നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്തണ്ട, നമുക്ക് ഉണ്ട്. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കാനും പാടില്ല, പ്രാർത്ഥിക്കാനും പാടില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനും പാടില്ല. അത് അറബിയിലും മലയാളത്തിലും രണ്ടിയാതിയൊന്നുമില്ല. മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനെയാണ് അറബിയിലും പ്രാർത്ഥിക്കുക, അറബി പ്രാർത്ഥിക്കുന്നതിനെയാണ് മലയാളത്തിലും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന് എല്ലാ ഭാഷയും തുല്യമാണ്. സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആരെങ്കിലും എവിടെങ്കിലും സുബ്ഹാനല്ലാഹ് അതിന്റെ ചില ഭാഗങ്ങൾ എടുത്ത് അതിന്റെ വിശദീകരണം മനസ്സിലാക്കാതെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്ത് സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, നമ്മളെ ഇമാമിങ്ങൾ നമ്മളെ പണ്ഡിതന്മാർ ദ്വാരക്കാറില്ലേ എന്നൊക്കെ ചോദിച്ച് ചിലരിങ്ങനെ അതിങ്ങനെ മുറിച്ചിടുന്ന കുറെ ആൾക്കാരുണ്ട്. വെറുതെ മുറിച്ചിടാൻ നിൽക്കണ്ട, ഞാൻ തന്നെ ദ്വാരുന്നുണ്ടാവും. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ എന്ന ദുആ അതൊരിക്കലും പൊതുവെ മൊത്തത്തിൽ ബഹുദൈവവിശ്വാസികൾക്കെതിരുള്ള ദുആയാണെന്ന് നാം മനസ്സിലാക്കാൻ പാടില്ല. അത് ജാഹിദിൽ കുഫാറ എന്ന് പറഞ്ഞ സ്ഥലത്തും. ഏതായാലും നമ്മൾ എന്ത് ചെയ്യണ്ട, ഇനി ഈ വൃത്തികെട്ടവന് വേണ്ടി നമ്മുടെ സമയം ഇനി ഒരുപാട് വേസ്റ്റ് ആക്കണ്ട. ഇടയ്ക്കൊക്കെ ചെറിയ രൂപത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഇൻഷാ അല്ലാഹ് ശരിയായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.